കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ. പാർട്ടിക്ക് തന്നെ വേണ്ട എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ തുറന്നടിക്കുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്തുണയുമായി മുൻ കോൺഗ്രസ് നേതാവും കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയുമായ പ്രൊഫസർ KV തോമസ് രംഗത്ത് വന്നിട്ടുണ്ട്. കുറെ നാളുകളായി പ്രത്യേകിച്ച് സോണിയാഗാന്ധി ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിന് മാറി നിന്ന സാഹചര്യത്തിൽ രാഹുൽ നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ അസംതൃപ്തിയുണ്ട്. 2019 ഞാൻ രാഹുലിനെ കണ്ടതിന് ശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് സോണിയാഗാന്ധിയുമായിട്ട് അന്നും ഇന്നും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇതുതന്നെയാണ് ശശി തരൂരിന്റെ പ്രശ്നം. ശശി തരൂർ 2009 കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിലാണ് സോണിയാഗാന്ധി മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിന്റെ മുഖം വ്യത്യസ്തമാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ നേതൃത്വത്തിന്റെ ഭയപ്പാട് അദ്ദേഹം നാളെ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ മുന്നോട്ട് വരുന്നത് ഭയപ്പാടുണ്ട്. ശശിധരനെ പോലെയുള്ള ആളുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയണം, അയാളെ കൂടെ കൊണ്ടുപോകാൻ കഴിയണം. അതല്ലാതെ പോകുന്നവരൊക്കെ പൊക്കോട്ടെ എന്നാണ് രാഹുലിന്റെ സമയം. എനിക്ക് അദ്ദേഹമായിട്ട് പ്രധാന ബന്ധമുള്ളവരെ അത് പക്വമായ സമീപനം എടുക്കാത്തതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ വിട്ടുപോയി. അതിലെന്തെങ്കിലും പരിഭവമുണ്ടോ? കോൺഗ്രസ് താഴേക്ക് പോരുമ്പോഴും ഇത് ശക്തിപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, തരൂർ അവസാനിപ്പിച്ചിട്ടില്ല, തനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണല്ലോ ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കെട്ടടങ്ങുന്നതിന് മുമ്പ് ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ മുരളീധരൻ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിലാണ് ഞാനുള്ളത്. ശശി തരൂർ ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഇപ്പോൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പ്രതികരണവുമായി മുരളീധരൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം വലിയ വിമർശനം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ എന്തായാലും മുരളീധരന്റെ വസതിയിലാണ് ഡാൻ ഉള്ളത്. മുരളീധരൻ പ്രതികരണത്തിന് തയ്യാറാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ലേഖന വിവാദത്തിന്റെ ഘട്ടത്തിലടക്കം ശശി തരൂരിനെ വിമർശിച്ച നേതാവ് കൂടിയാണ് മുരളീധരൻ. അതിനുശേഷമായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ചകളും മറ്റും ഡൽഹിയിൽ തരൂരുമായി ഹൈക്കമാൻഡ് നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലടക്കമുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അതിനുശേഷവും തരൂർ തന്റെ പ്രതികരണങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ്. കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴിതാ മുരളീധരന്റെ പ്രതികരണത്തിലേക്ക്. തുടർച്ചയായ രണ്ടാം തവണയാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ശശി തരൂര് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല. അതിന് ഏതാണ്ട് 26% അല്ലെങ്കിൽ 27% അധിക വോട്ടുകൾ വേണം ദേശീയ തലത്തിലാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, അല്ലെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ്. അതായത് പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. പക്ഷേ പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അവരെന്തിനാ ജോലി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ്. പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയാകുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. അതേസമയത്ത് പാർട്ടി പ്രവർത്തകർ നമുക്ക് വേണ്ടി ജോലിയെടുക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ അതില് പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുന്നവർ തന്നെയാണ് ജയിക്കുന്നത്. പക്ഷെ പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത്, പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് മാത്രം നമ്മൾ മറക്കാൻ പാടില്ല. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് കിട്ടാത്ത പല വോട്ടുകളും സമാഹരിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവിൽ സമാഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം വരുന്നത്. 84-ലും 89-ലും 91-ലും തുടർച്ചയായിട്ട് ചാൾസ് കൊടുന്ന് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോൺഗ്രസ് ടിക്കറ്റ്. ഹാട്രിക് വിജയം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേടിയ ആദ്യത്തെ ആൾ ചാൾസാണ്. അപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റൂ. അപ്പൊ ചാൾസ് ഇവിടുന്ന് 3 തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് ഇതിനു മുമ്പ്. കോൺഗ്രസിനെ തന്നെ വേണമെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. എല്ലാവരും പാർട്ടിക്കകത്ത് തന്നെ നിർത്തണം.
അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് ഓർത്തു. ഒരു കാര്യം കൂടെ, അങ്ങ് എപ്പോഴെങ്കിലും ഈ വിവാദത്തിന് ശേഷം ശശി തരൂരുമായി ഫോണിലോ അല്ലാതെയോ ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ പാർട്ടി നേതൃത്വം പണ്ട് മറ്റേ ലോക്സഭാംഗമായിരുന്നപ്പോൾ സ്ഥിരം ഡൽഹിയിൽ നിന്ന് കാണാറുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ സാധാരണ പാർട്ടി യോഗങ്ങളിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഹലോ പറയാറല്ലാതെ മറ്റ് വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല. മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ കൂടെ നിർത്തണം. എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കാൻ കഴിയാത്ത? കുറെ കാലമായി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്നത് പല സർവേകളിലും കേരളത്തിലൊരു നേതാവിന്റെ അഭാവമുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ പല സർവേകളിലും അദ്ദേഹം വളരെ മുമ്പിലാണ്. പാർട്ടിക്ക് വേണമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം, ഇല്ലെങ്കിൽ തനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പാർട്ടി കരുതരുത് എന്ന മെസ്സേജാണ് അല്ല, പാർട്ടിക്ക് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാണ്. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. അതിനിടയിൽ നേതൃത്വത്തിന് ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ കൂടെ നിർത്താനും കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ അത് തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിനെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തിനെ മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ചില വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയുള്ളൂ, മൂന്നാമതൊരാൾ അറിയില്ല. പിന്നെ എങ്ങനെ ഈ ഊഹാപോഹങ്ങൾ പുറത്തു പോകുന്നത് എനിക്ക് അറിഞ്ഞു. ഈ തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഈ പാർട്ടിയെ കേരളത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുന്നത്? എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ. ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല. ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും കൂടുമ്പോഴാണ് പാർട്ടിക്കൊരു വിജയം ഉണ്ടാവുക. അങ്ങ് ഇടക്കാലത്ത് അദ്ദേഹത്തിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ അതിനുശേഷമാണല്ലോ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെ കുറിച്ച് ഞാനെന്ത് പറയാൻ. ഇപ്പോഴദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഒന്നും പറയാനില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, കേരളത്തിൽ നേതൃത്വം ശക്തമല്ല എന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, മുന്നണിയിലെ ഘടകകക്ഷികൾ അതൃപ്തരാണ് എന്ന കാര്യം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകി. അല്ല, അതിപ്പോ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് ഇനി മൂന്നാമത് വരാൻ കഴിയില്ല. കാരണം അത്രയേറെ ജനരോഷം ശക്തമായിരിക്കുക. അതിപ്പോ ആര് വിചാരിച്ചാൽ അതിപ്പോ എല്ലാവരെക്കാൾ നന്നായിട്ട് ശ്രീ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായിന്റെ മൂന്നാം വരവ് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ മുന്നണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ 27 ഒരു ഫുൾ ഡേ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുന്നണിയെ സജ്ജമാക്കാൻ വേണ്ടിയാണ് യോഗം. ഇതിപ്പോ കോൺഗ്രസിന് CPM-നെ പ്രതിരോധിക്കണം, അതൊക്കെ സ്വാഭാവികമായി മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെയുള്ള നേതാവിനെ പ്രതിരോധിക്കേണ്ട ഗതികളിലേക്ക് പോകുന്നു എന്നുള്ളത് ശരിയായ കാര്യമാണോ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇതിലാർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ലിമിറ്റ് വിട്ടു പോകരുത് എന്ന് മാത്രം. അങ്ങനെ ഇതുവരെ അദ്ദേഹം ലിമിറ്റ് വിട്ടിട്ടില്ല. ഒറ്റ കാര്യം കൂടെ, ഈ തരൂരിന്റെ കേരളത്തിലെ ദൌത്യം എന്താണ്? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ 18 UDF MP-മാരിൽ ഒരാളാണ്. അതിൽ കൂടുതലായിട്ട് ഞാൻ പറയാം, അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ പാർലമെന്റിൽ നന്നായി സംസാരിക്കാൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് കഴിവുണ്ടാകും. അപ്പൊ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോലുള്ള ഞാനൊക്കെ പാർലമെന്റ് ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ ലോക്കൽ പൊളിറ്റിക്സ് ഞങ്ങൾക്കുള്ള അറിവ് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാം, ആരെയും നമ്മൾ ഇടിച്ചു കാഴ്ചരുത്.
അപ്പൊ അദ്ദേഹം ഒരു MP പ്രയോജനപ്പെടുത്തണമെന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായും പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ സേവനം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ സേവനം ഏത് ഫീൽഡിലാണോ അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ പാർലമെന്റിലെ ഡിബേറ്റുകളിലൊക്കെ കുറെ കൂടെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വരികയാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വ്യവസായ സംരംഭങ്ങളൊക്കെ വരുന്നൊരു സന്ദർഭത്തിൽ അങ്ങനെയുള്ളവരുടെ വോട്ടും ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതായത് യങ് ജനറേഷൻ. അപ്പൊ അവരെയൊക്കെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതും കൂടെ പ്രയോജനപ്പെടുത്തും. തരൂര് ഇപ്പൊ ചർച്ചകളിൽ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇടപെട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലൊരു സാധ്യത പരീക്ഷിക്കുന്നു എന്ന് കാണേണ്ടി വരില്ല. അതിലെന്താണ് കെഎമ്മിന്റെ? അല്ല, എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ നാഷണൽ പൊളിറ്റിക്സിലാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടുതൽ കഴിയുക. ഇവിടെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ പോലെ ഇപ്പോൾ കെ മുരളീധരനാണ് വിഷയത്തിൽ പ്രതികരിച്ചത്.